ഗൗളി ജന്മം. ഗ്രേസി. സ്ത്രീ ജീവിതങ്ങളെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിലയുറപ്പിച്ച് സ്ത്രീ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ തൻ്റെ രചനകളിൽ ആവിഷ്കരിച്ച എഴുത്തുകാരിയാണ് ഗ്രേസി. 1951 മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള മാറാടിയിലാണ് ഗ്രേസി ജനിച്ചത്. പടിയിറങ്ങിപ്പോയ പാർവതിയാണ് ആദ്യത്തെ കഥാസമാഹാരം. 1991 ഈ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചത്. സ്ത്രീയുടെ സ്വാതന്ത്ര്യബോധവും അഹംബോധവും അവൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളുമൊക്കെ തൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയും തൻ്റെ രചനകളിൽ പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്നു ഗ്രേസി. ലളിതാംബിക അന്തർജനം അവാർഡ്, തോപ്പിൽ രവി പുരസ്കാരം തുടങ്ങിയവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നരകവാതിൽ, ഭ്രാന്തൻ പൂക്കൾ, 2 സ്വപ്നദർശികൾ, കാവേരിയുടെ നേര്, പനിക്കണ്ണ്, 7 പെൺകഥകൾ, ഗ്രേസിയുടെ കഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. 2 സ്വപ്നദർശികൾ എന്ന കഥാസമാഹാരത്തിലെ കഥയാണ് ഗൗളി ജന്മം. നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ 2 ഗൗളികൾ പാർത്തിരുന്നു. ഒരു ആൺഗൗളിയും ഒരു പെൺഗൗളിയും. യാതനാനിർഭരമായ ആശുപത്രി ജീവിതം ഒരു തുടർനാടകം പോലെ കണ്ട് വിഷണ്ണരായിത്തീർന്ന അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചീന്തിയെറിഞ്ഞ് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയാകെ നിരീക്ഷിച്ചു. അവശനായി കിടക്കുന്ന യുവാവും അവൻ്റെ കാൽക്കീഴിലിരിക്കുന്ന യുവതിയും അപ്പോഴും ഒരു നിശ്ചല ദൃശ്യം തന്നെയായിരുന്നു. യുവതിയുടെ കണ്ണുകളിൽ ആരുടെ ഹൃദയത്തെയും ഈർന്നു മുറിക്കുന്ന ഒരു ശൂന്യത കണ്ട് ആൺഗൗളി അസ്വസ്ഥനായി. 2 പാദുകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവൻ്റെ ശ്രദ്ധ മുറിയുടെ വാതിക്കലേക്ക് തെന്നി. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്ന സന്ദർശകയെ കണ്ട് ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു നോക്കൂ, ഈ പെൺപിറന്നവർക്ക് ചാകാൻ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോടോ അവൻ്റെ സുന്ദരിയായ ഭാര്യയോടോ തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല. രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തൻ്റെ ആരോഗ്യതരംഗം കൊണ്ട് ആ പാവത്തെ വശക്കേടിലാക്കാനാണ്. സ്വൈര്യമായി ചാകാൻ കൂടി സമ്മതിക്കില്ല ഇവർക്ക്. സന്ദർശക മൊഴിയുന്നത് ചെവിയോർത്താൽ നിനക്കത് മനസ്സിലാവും. സന്ദർശക ചിത്രത്തിൽ എഴുതിയതുപോലെ ഇരിക്കുന്ന യുവതിയുടെ ചുമലിൽ കൈത്തലമർപ്പിച്ച് നെടുവീർപ്പിട്ടു. എൻ്റെ ഒരു കസിൻ ഇതുപോലത്തെ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് പിന്നെ മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത്. യുവതിയിൽ പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ട് ഊറിവരുന്ന നൈരാശ്യം അമർത്തി തുടച്ച് സന്ദർശക തുടർന്നു. നീ തളരരുത് ആരതി, നിനക്ക് ചെറുപ്പമല്ലേ, ജീവിതം ഇതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നീ പ്രഗ്നൻ്റോ മറ്റോ ആണോ? എങ്കിൽ അതങ്ങ് അബോർട്ട് ചെയ്യിച്ചേക്ക്. ഇക്കാലത്ത് തന്തയില്ലാത്ത ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കേടാ. പെൺഗൗളി ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു. കഷ്ടം തന്നെ, സത്യം ഇത്ര നിർദ്ദയമായി പറയാമോ? ഒരു മയമൊക്കെ വേണ്ടായോ? ആൺഗൗളി അമർഷത്തോടെ ചോദിച്ചു. നീ ഇപ്പോൾ ചിലച്ചതെന്തിന്? മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പ്രത്യേകിച്ച് ബുധനാഴ്ച തെക്കു പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധുമരണം നിശ്ചയം എന്നാണ് അവരുടെ ശാസ്ത്രം. ദിവസങ്ങളായി ആ ചെറുപ്പക്കാരി ശങ്കിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ ദാ ഈ നിമിഷം തീർപ്പായി. പെൺഗൗളി കുറ്റബോധത്തോടെ തല താഴ്ത്തി. ഞാൻ അത്രയ്ക്ക് കരുതിയില്ല. ആൺഗൗളി ഇരുത്തം വന്ന ഭാവത്തിൽ തുടർന്നു. ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക, ഹൃദയത്തിനല്ല. ആണെങ്കിൽ തന്നെയും നീയൊന്ന് ആലോചിച്ചു നോക്ക്. തന്തയെ തീനി എന്ന ബഹുമതിയോടെ ആ പാവം കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ. അതിനു പിന്നെ ജീവിതം ദുസ്സഹമാവുകയില്ലേ? മുറിയിൽ നിശബ്ദതയുടെ നിഴൽ കനക്കുന്നതറിഞ്ഞ് സന്ദർശക കടുത്ത ഇച്ഛാഭംഗത്തോടെ എഴുന്നേറ്റു. ഞാനിനി ഇവിടെ ഇരുന്നാൽ ശരിയാവുകയില്ല. ഡോക്ടർ റൗണ്ട്സിന് വരേണ്ട സമയമായി. വീണ്ടും കാണാം. പട്ടുസാരിയുടെ മിനുക്കം വാതിൽ കടന്നു മറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ കരിവാളിച്ച ചുണ്ടുകൾ ഞരങ്ങി. ആരതി, നീ ഇത് ചെയ്യുമോ? ചെറുപ്പക്കാരി ഞെട്ടി. എന്ത്? എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുമോ? ചെറുപ്പക്കാരിയുടെ കണ്ണുകളിൽ നിന്ന് 2 നീർത്തുള്ളികൾ പ്രയാണം ആരംഭിച്ചു. മുഖത്തിൻ്റെ അതിരിൽ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് ചുട്ടുവിങ്ങുന്ന നെഞ്ചിലേക്ക് ചാടി. അപ്പോൾ ഡോക്ടറും സംഘവും തിടുക്കത്തിൽ വാതിൽ കടന്നു വന്നു. ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു. സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുക്കുന്നത് ഈ ഭയങ്കരനാണ്. അപകടത്തിലേറ്റ പരിക്ക് മൂലമല്ലല്ലോ ഇയാൾ മരിക്കാൻ പോകുന്നത്. ജനറൽ ഫിസിഷ്യന് റഫർ ചെയ്തിരുന്നെങ്കിൽ അങ്ങേര് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നു. ഈ മൂപ്പറുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല.
ഇനിയിപ്പോൾ മരിക്കുകയല്ലാതെ മറ്റെന്തു ഗതി? പെൺഗൗളി ഭർത്താവിൻ്റെ മുഖത്ത് അത്ഭുതാദരങ്ങളോടെ നോക്കി. ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് ആൺഗൗളി തന്നോട് തന്നെ പറഞ്ഞു, കഷ്ടം, കിശോരലാലിൻ്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട്. അങ്ങോർക്ക് ഒടുവിലുണ്ടായ തിരിച്ചറിവ് ഈ ജന്മം ഇവറ്റയ്ക്കൊട്ട് കിട്ടുകയുമില്ല. പെൺഗൗളിക്ക് ജിജ്ഞാസ അടക്കാനായില്ല. ആരാണ് കിശോരലാൽ? ആൺഗൗളിയുടെ കണ്ണുകളിൽ പോയ ജന്മത്തിൻ്റെ ഓർമ്മ മുറിഞ്ഞു വീണ വാൽ പോലെ പിടഞ്ഞു. അത് പൊൻകുന്നം വർക്കിയുടെ ഒരു കഥാപാത്രമാണ്, പ്രഗത്ഭനായ ഒരു ഡോക്ടർ. പെൺഗൗളിയുടെ വട്ടക്കണ്ണുകൾ അജ്ഞത തുറിച്ചു. പൊൻകുന്നം വർക്കിയോ? അതെ, അങ്ങോർ മലയാളത്തിലെ ഒരു കഥാകൃത്തായിരുന്നു. തൻ്റെ ആൺപിറന്നവൻ്റെ പൊതുവിജ്ഞാനത്തെക്കുറിച്ച് പെൺഗൗളിക്ക് വളരെ മതിപ്പ് തോന്നി. അത് അവൾ പുറത്തെടുക്കുകയും ചെയ്തു. നിങ്ങൾ വെറുമൊരു ഗൗളിയല്ലേ, പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു നെടുവീർപ്പോടെ ആൺഗൗളി പറഞ്ഞു, ഞാൻ മുജ്ജന്മത്തിലൊരു കഥാകൃത്തായിരുന്നു. എൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് ഞാൻ അഭിമാനിച്ചു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ മേൽക്കൂര താങ്ങുന്ന ഒരു ഗൗളിയായത്. പെൺഗൗളി ആത്മനിന്ദയോടെ തലതല്ലി. കഷ്ടം, എനിക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഓരോ ഓർമ്മയും തെളിയുന്നില്ലല്ലോ. ഞാൻ ആരായിരുന്നു എന്നറിയാൻ എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. പുരുഷൻ്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല. അതിന് ബോധോദയമുണ്ടാവണം. എല്ലാവരുടെ ഉള്ളിലുമുണ്ടൊരു ബോധിവൃക്ഷം. അത് തിരിച്ചറിഞ്ഞ് ബോധിവൃക്ഷച്ചുവട്ടിൽ ധ്യാനത്തിൽ അമരണം, ബുദ്ധൻ ചെയ്തതുപോലെ. പെൺഗൗളി ഔത്സുക്യത്തോടെ ചോദിച്ചു, എന്നിട്ട് അങ്ങോർക്ക് എന്ത് ബോധമാണ് ഉദിച്ചത്? ആൺഗൗളി ഒന്ന് പതറി. അതുകൊണ്ട് തന്നെ അവൻ തിടുക്കത്തിൽ അനാവശ്യമായൊരു പ്രസംഗത്തിൻ്റെ ചാലിൽ വീണു. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ബുദ്ധൻ ചെയ്തത്. പ്രാപഞ്ചിക ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്താൻ കൊട്ടാരവും കിരീടവുമൊക്കെ വെടിഞ്ഞു. കെട്ടിയ പെണ്ണിനെയും അവളിലുണ്ടായ ഓമനപുത്രനെയും തിരസ്കരിച്ചു. ബോധിവൃക്ഷച്ചുവട്ടിലിരുന്ന് ധ്യാനത്തിൻ്റെ കവാടം തുറന്നു. അപ്പോൾ സർവവും തെളിഞ്ഞു വന്നു. അവൻ്റെ ഇണ പെണ്ണുങ്ങൾക്ക് കൈമുതലായ പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ആൺഗൗളി പിന്നെയും പതറി. വട്ടക്കണ്ണുകൾ ഒന്ന് രണ്ടു വട്ടം ചിമ്മിത്തുറന്ന് അവൻ പറഞ്ഞൊപ്പിച്ചു, മമതയാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണം എന്ന ബോധം. പെൺഗൗളി പൊട്ടിച്ചിലച്ചു. ഇത് കണ്ടെത്താനാണോ ആ പാവം രാജകുമാരൻ ഇക്കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത്? കഷ്ടം. അടുക്കള ചുവരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത്. ആൺഗൗളിയുടെ അഭിമാനം നുറുങ്ങിപ്പോയി. മുറിയിൽ നിന്ന് പൊടുന്നനെ ഉയർന്ന കരച്ചിലിൽ അവരുടെ ശ്രദ്ധ താഴെ കൂർന്നു. കാര്യം മനസ്സിലായപ്പോൾ പെൺഗൗളിയുടെ കണ്ണുകൾ നനഞ്ഞു. ദാ ആ പാവം ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. അയാളുടെ ചുണ്ടുകളിൽ ഇപ്പോഴും എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് എന്നൊരു സങ്കടം പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാവത്തിൻ്റെ ആത്മാവിന് പിതൃലോകത്ത് പ്രവേശനം കിട്ടാതെ അലഞ്ഞു നടക്കേണ്ട ഗതികേട് വരുമെന്ന് തോന്നുന്നു. ആൺഗൗളി കനത്ത സ്വരത്തിൽ പ്രതിവചിച്ചു. ആ ചെറുപ്പക്കാരി അവരുടെ ഉദരത്തിലെ കുഞ്ഞിനെ വെളിച്ചം കാണിക്കുകയില്ല, തീർച്ച. മറ്റൊരു ജീവിതം അവൾക്കായി കാത്തിരിക്കുന്നു. പെൺഗൗളി ചിന്താവിഷ്ടയായി. പിന്നെ തിടുക്കത്തിൽ പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മുറിയിൽ ബന്ധുക്കളുടെ തിരക്കാവും. അതിനു മുമ്പേ തന്നെ ഞാൻ ആ ചെറുപ്പക്കാരിയുടെ ബാഗിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കടന്നുകൂടാൻ പോവുകയാണ്. അവളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചറിയാൻ എനിക്ക് വളരെ മോഹമുണ്ട്. ആൺഗൗളി ഞെട്ടിപ്പോയി. പെണ്ണെ, അബദ്ധമൊന്നും കാണിക്കരുത്. അവളുടെ ജീവിതം അവൾ ജീവിച്ച് തീർത്തോളൂ. നീ നിൻ്റെ കാര്യം നോക്ക്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് നീ എന്ന കാര്യം വിസ്മരിക്കേണ്ട. വാൽ വിറപ്പിച്ച് പെൺഗൗളി തിരിഞ്ഞു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്കും കഴിയും. പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ് പെൺഗൗളി താഴേക്ക് കുതിച്ചു ചാടി ആൺഗൗളിയുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷയായി.